precision cut alloy wheel ആണ്. ഒരു ബേർഡ്സ് ഐ വ്യൂ. ഇപ്പോൾ മുകളിൽ നിന്ന് ഒരു ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുന്ന പോലെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഒരു 3 സൂട്ട് കേസൊക്കെ സുഖമായിട്ട് ഇതിൽ വയ്ക്കാൻ പറ്റും. സുസുക്കി ഇതിനെ വിളിക്കുന്നത് എൻ മോട്ടീവ് എന്നാണ്. 6 എയർ ബാഗിൽ 2 സീറ്റിൽ തന്നെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ബലേനോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് എന്താ? പപ്പടം, ഒരു ഇടിക്ക് ചളങ്ങിപ്പോകുന്ന വണ്ടി, അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ഇതിനെപ്പറ്റി ദുഷ്പേര് കേട്ടിട്ടുണ്ട്. ഇത് 2022 ലോഞ്ച് ചെയ്ത ബലേനോ ആണ്. ശരിക്കും ഇതിൻ്റെ ടോട്ടൽ സ്റ്റാൻസ് തന്നെ ഡിഫറെൻ്റ് ആണ്. നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. ന്റെ അവസാന പാദത്തിലാണ് ബലേനോയുടെ 2ാം വരവ് ഹാച്ച് ബാക്ക് വേർഷനുമായി. വളരെ പെട്ടെന്ന് തന്നെ ഒരു ജനപ്രിയ വാഹനമായി എന്നുള്ളതിന്റെ തെളിവാണ് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ 10 ലക്ഷം യൂണിറ്റുകൾ വിറ്റു എന്നുള്ളത്. ന്യൂ ഏജ് ബലേനോ കുറച്ചുകൂടെ ബോൾഡ് ആണെന്ന് മാരുതി സുസുക്കി അവകാശപ്പെടുന്നത് 5 മാനദണ്ഡത്തിലാണ്. ഡാപ്പർ അഥവാ കാഴ്ചയിലുള്ള ഭംഗി, കൺവീനിയൻസ്, ഇന്റലിജൻസ്, സേഫ്റ്റി, പെർഫോമൻസ്. ഈ LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ് വിത്ത് നെക്സ് DRL അതാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു സ്റ്റൈലിഷ് അപ്പിയറൻസ് തന്നെയാണ്. പ്ലസ് ഈ ഗ്രില്ലിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗ്രിൽ വളരെ സ്റ്റൈലിഷാണ്. സുസുക്കി ഇതിനെ വിളിക്കുന്നത് എൻ മോട്ടീവ് എന്നാണ്. സ്മോൾ ലെറ്റർ എന്നിൻ്റെ ഒരു ഷേപ്പിലാണ് ആ ഗ്രില്ലിരിക്കുന്നത്. ഈ LED ഫോഗ് ലാമ്പിന് ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. ശരിക്കും വളരെ പ്രോമിനൻ്റ് ആയിട്ട് തന്നെ സുസുക്കി ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ക്രോമിയം സ്ട്രിപ്പുണ്ട്. പിന്നെ എയർഡാം, ഒരു ചെറിയ ഇൻ്റഗ്രേറ്റഡ് സ്കേർട്ടിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള അപ്പിയറൻസ് കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ട് തോന്നും. കാര്യം ഇതിൻ്റെ പ്രിഡിസസറുമായിട്ട് ഇതിൻ്റെ ഡയമെൻഷന് വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് നോക്കിയാൽ. നമുക്കിനി സൈഡ് പ്രൊഫൈൽ ഒന്ന് നോക്കാം. മാരുതി ബലേനോ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് ശരിക്കും പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് തന്നെ വന്നത്. ആ പ്രീമിയംനെസ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന ഈ സൈഡ് പ്രൊഫൈലാണ്. വളരെ പ്രീമിയം ഒരു ഫീലാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഗ്ലാസ് ഏരിയയൊക്കെ വലുതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ഹാച്ച് ബാക്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്ലോസ്ട്രോഫോബിയ തോന്നാറുണ്ട്. അതായത് നമുക്ക് വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. നല്ലൊരു ഗ്ലാസ് ഏരിയ തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ആൽഫ വേരിയൻ്റ്, അതായത് ടോപ്പ് ഓഫ് ദ റേഞ്ചിന് കൊടുത്തിരിക്കുന്നത് പ്രിസിഷൻ കട്ട് അലോയ് വീലാണ്. റെയറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബലേനോ എന്നുള്ള ബാഡ്ജിങ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഏത് വേരിയൻ്റ് ആണെന്ന് നമുക്ക് എക്സ്റ്റീരിയറിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതിൽ പ്രകടമായ ഒരു മാറ്റം എന്ന് പറയാനായിട്ട് ടെയിൽ ലാമ്പ് തന്നെയാണ്. ടെയിൽ ലാമ്പ് കുറച്ച് അതിൻ്റെ ടെയിൽ ഗേറ്റിലോട്ട് കയറിയിട്ടുള്ള ഒരു ഡിസൈനാണ്. അത്യാവശ്യം ലഗേജൊക്കെ നമുക്കിവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലിക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. 2 സൂട്ട് കേസോ 3 സൂട്ട് കേസ് നല്ല രീതിയിൽ നമുക്കിതിനകത്ത് വയ്ക്കാം. ഇവിടുന്ന് നമുക്ക് പുള്ളി ചെയ്ത് ശരിക്കും ഈ സീറ്റ് മറിച്ചിടാൻ പറ്റും. ഇങ്ങനെ ഇതിൻ്റെ സീറ്റ് മടക്കാൻ പറ്റും. ഈ പാർസൽ ട്രേ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആമ്പിളായിട്ടുള്ള സ്പേസ് ഉണ്ട്. റെയർ AC വെൻസും ചാർജിംഗ് പോർട്സും പിൻ സീറ്റിലെ യാത്രക്കാർക്ക് കൺവീനിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. മുൻപത്തെ ഇതിൻ്റെ പ്രെഡിസസർ ആയിട്ടുള്ള ബലേനോയെക്കാളും ഫീച്ചർ റിച്ച് ആണ്. ശരിക്കും ആ ഒരു ജാപ്പനീസ് ടെക്നോളജി അതേപടി ഇതിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും സുസുക്കിയുടെ നല്ല ഒരു പങ്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ എന്ന് തന്നെ പറയാം. ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പല ഫീച്ചേഴ്സാണ് ഉള്ളത്. പ്രീമിയം വാഹനങ്ങൾക്ക് കൊടുക്കുന്ന പോലത്തെ ഫീച്ചേഴ്സ്. ഇതൊരു 9-inch ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് ആണ്. ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡും
നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റുള്ള ഇൻഫർടൈൻമെൻറ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റും. പ്ലസ് വെഹിക്കിളിൻ്റെ ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസും ഇതിൽ നിന്ന് അറിയാൻ പറ്റും. ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയി നമുക്ക് സുസുക്കി കണക്ട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിനോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ വിൻ നമ്പർ അടിച്ചു കൊടുക്കുക. അതുവഴി നമുക്കൊരു OTP കിട്ടും. ആ OTP യൂസ് ചെയ്ത് ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാം. സുസുക്കി കണക്ട് വഴി ഒരുപാട് സെക്യൂരിറ്റി അലേർട്ട്സ് നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് എമർജൻസി അലേർട്ട്, അതായത് ഒരു വാഹനത്തിന് ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്, അപ്പം നമ്മുടെ ഫോണിലേക്കും പ്ലസ് നമ്മുടെ ഇമ്മീഡിയറ്റ് കോൺടാക്ട്സിലേക്കും ഒരു അലേർട്ട് പോകും. അതേപോലെ വാഹനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ കോൾ ഓട്ടോമാറ്റിക്കായിട്ട് സർവീസ് സെൻറ്ററിലേക്ക് വിളിക്കും. അതേപോലെ തന്നെ വാഹനം കളവ് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു അലേർട്ട് നമ്മുടെ ഫോണിലേക്ക് വരും. നമുക്ക് ഈ ഒരു ആപ്പിലൂടെ ജിയോ ഫെൻസ്, അതായത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം. ആ ബൗണ്ടറിക്ക് പുറത്തേക്ക് വാഹനം പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അലേർട്ട് കിട്ടും. അതേപോലെ പല അടുത്തും ചെല്ലുമ്പോൾ ഇപ്പോൾ വാലെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിനൊരു വാലെ അലേർട്ട്. അതേപോലെ നോ പാർക്കിങ്ങിലാണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ടോ അവേ അലേർട്ട് നമ്മുടെ മൊബൈലിൽ കിട്ടും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഉള്ള ഡീറ്റെയിൽസ് വരെ നമുക്ക് ഈ ആപ്പിലൂടെ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ലഭ്യമാണ്. ഉദാഹരണത്തിന് ഫ്യൂവൽ ലെവൽ, എത്ര കിലോമീറ്റർ ഓടും, AC-യുടെ ഓൺ ഓഫ് സ്റ്റേറ്റസ്, ഹെഡ് ലാമ്പ്, ഹസാർഡ് ലൈറ്റ്, ലോക്ക് ചെയ്തിട്ടുണ്ടോ, ബാറ്ററിയുടെ സ്റ്റേറ്റസ് എന്ന് തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സ് നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ കിട്ടും ഈ സുസുക്കി കണക്ട് എന്ന് പറയുന്ന ആപ്പിലൂടെ. ട്രിപ്പും വാഹനത്തിൻ്റെ ആ ഡ്രൈവിംഗ് ബിഹേവിയറും, സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി, ആമസോൺ അലക്സ കണക്ടിവിറ്റി എന്ന് തുടങ്ങി വളരെ അധികം ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് ആണ്. ഓഡിയോ കൺട്രോൾസ് മാത്രമല്ല, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് എന്ന് പറയുന്നതായിരിക്കും ശരി. ഇതിൽ വോളിയം നമുക്ക് ഇൻക്രീസും ഡിക്രീസും ചെയ്യാൻ പറ്റും. പല മോഡ്സ്, റേഡിയോ വേണോ അല്ലെങ്കിൽ ഓക്സ് എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും, മ്യൂട്ടാക്കാൻ പറ്റും. പിന്നെ ഇതാണ് ടെലിഫോൺ എടുക്കാനുള്ളത്, കോൾ റിസീവ് ചെയ്യാനുള്ള 3 ബട്ടൺസാണ്. വോയിസ് കമാൻഡ് കൊടുക്കാൻ പറ്റും. ഈ റൈറ്റ് സൈഡിലാണ് ഇത്രയും ചെറിയൊരു ഹാച്ച് ബാക്ക് ആയിട്ടും ഇതിൽ ക്രൂസ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മാരുതി. ഇതിന് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ശരിക്കും അത് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ സ്കിഡ് ചെയ്യുന്ന സർഫസിൽ കൂടെ ഒന്നുകൂടെ നല്ല ഗ്രിപ്പ് കിട്ടും. ഇത് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ 360 ഡിഗ്രി ക്യാമറയിലുള്ള വ്യൂ ആണ്. ഇതാണ് എൻജിൻ ഐഡിലിങ്ങിൽ ഓഫ് ആകുന്നത്. അത് നമ്മൾ വണ്ടി ഓടിപ്പോകുമ്പോൾ ഒരു 10 സെക്കൻഡ്സ് ഐഡിലിങ്ങിൽ നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഓഫാകും. AC-യുടെ കൂളിംഗ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് വണ്ടി വീണ്ടും സ്റ്റാർട്ടാകും. ഇതിൻ്റെ ശരിക്കും നല്ല പിന്നെ എഫിഷ്യൻ്റ് ആണ് ഇതിൻ്റെ എയർ കണ്ടീഷണർ. UV കട്ട് ഗ്ലാസസ് ആണ്. അപ്പം ശരിക്കും അതിൻ്റെ ആ ഒരു റേഡിയേഷനും അതിനനുസരിച്ച് കുറയും. അപ്പം എയർ കണ്ടീഷനിൻ്റെ എഫിഷ്യൻസി ഒന്നുകൂടെ ബെറ്റർ ആവും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. നല്ല ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനൽ ആണ് കൊടുത്തിരിക്കുന്നത്, അനലോഗ് ആണെങ്കിലും. അതോടൊപ്പം തന്നെ പല കാര്യങ്ങൾ ഇതിൽ അറിയാൻ പറ്റും. കറണ്ട്, ഫ്യൂൽ എഫിഷ്യൻസി, റേഞ്ച്, എത്ര കിലോമീറ്റർ ഓടും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫ്യൂൽ എഫിഷ്യൻസി ഒരു ഗ്രാഫ് ഫോമിലാണ് ഇതിൽ കാണിക്കുന്നത്. നമ്മൾ എത്ര ടൈം ഡ്രൈവ് ചെയ്തു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ അറിയാൻ പറ്റും. ഇതാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ബട്ടൺ. ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആക്ടിവേറ്റ് ആവും. ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ നമുക്ക് സ്പീഡ്, RPM, ടൈം എന്നിവ കാണാൻ പറ്റും. നമുക്ക് ഈ ബലേനോയുടെ സേഫ്റ്റി ആസ്പെക്റ്റിലേക്ക് തന്നെ കൂടുതൽ നോക്കാം. ഇപ്പം ഹെഡ് ലാമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഈ ഡിസൈനിൽ നമുക്ക് പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, നോർമലുണ്ട്. പിന്നെ അതുകൂടാണ്ട് DRL 3 ചെറിയ എലമെൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലസ്
ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്, അതും LED ആണ്. ഇത് സേഫ്റ്റിയുടെ ഒരു കാര്യമാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വിസിബിലിറ്റിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നൈറ്റിൽ നല്ല ക്ലിയർ വിഷനാണ്. അതുകൂടാണ്ട് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ചില ചേഞ്ചസ് ആണ് 360-degree ക്യാമറ. അത് ഈ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഓട്ടോമാറ്റിക് ഫോൾഡബിൾ ORVMൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു 360-degree വ്യൂ കിട്ടും. പ്ലസ് ഒരു ക്യാമറ ഇവിടെ ഫ്രണ്ടിൽ ലോഗോയുടെ താഴെയായിട്ടും കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി രാത്രിയിലൊക്കെ നമ്മൾ വാഹനം തിരിക്കാൻ നേരത്ത് നല്ല ഒരു വിസിബിലിറ്റി ആയിരിക്കും. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അറിയാമല്ലോ, മഴയാണ്. രാത്രി കാലങ്ങളിൽ തിരിക്കാനുമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ബ്ലൈൻഡ് സ്പോട്ടും എല്ലാം നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും. 360-degree ക്യാമറ എന്നുള്ളത് ഒരു എലിവേറ്റഡ് വ്യൂവും കൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഒരു ബേർഡ്സ് ഐ വ്യൂ. ഇപ്പോൾ മുകളിൽ നിന്നൊരു ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുന്ന പോലെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ന്യൂ ഏജ് ബലേനോയ്ക്ക് 6 എയർ ബാഗ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് 2 സീറ്റിൻ്റെയും സൈഡിലായിട്ട് 2 എയർ ബാഗ്സ്, ബി പില്ലറിൽ കേർട്ടൺ എയർ ബാഗ്, പിന്നെ സ്റ്റിയറിങ്ങിലും കോ ഡ്രൈവറിൻ്റെ ഫ്രണ്ടിലുമായിട്ട് ഓരോ എയർ ബാഗും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിലും ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു വണ്ടി മൂവ് ചെയ്യുന്നില്ല ഒരു ഫ്യൂ സെക്കൻഡ്സ്. നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നവരെ ആ ഒരു ഇത് കിട്ടും. ശരിക്കും നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു എഞ്ചിനുണ്ട്, K സീരീസ് എന്ന് പറഞ്ഞ് മാരുതി ഓൾട്ടോയ്ക്ക് വന്ന ഒരു എഞ്ചിനാണ് അത്. നമുക്കെല്ലാം അറിയാം, അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനായിരുന്നു, 1000 cc. ഇത് അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് എഞ്ചിനാണ് പുതിയ ബലേനോയ്ക്കുള്ളത്. സുസുക്കി ഡെവലപ്പ് ചെയ്ത K12 സീരീസ് 1200 cc ആണ് എഞ്ചിൻ ക്യൂബിക് കപ്പാസിറ്റി. പിന്നെ ഇതിൻ്റെ ടോർക്ക് 113 at 4400 RPM ആണ്. 90 PS പവർ ഉണ്ട്. ഇതിൻ്റെ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് സാധാരണ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്കാണ് മൈലേജ് കുറവ് പറയുന്നത്. പക്ഷേ ഇതിന് AGS എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാവാം 22.94 ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ മൈലേജും 22.35 ആണ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ മൈലേജും കമ്പനി അവകാശപ്പെടുന്നത്. ശരിക്കും പെട്രോൾ വണ്ടിയുടെ ഒരു പ്രോബ്ലം തന്നെ ഫ്യൂൽ എഫിഷ്യൻസി കുറവാണെന്നുള്ളത്. അതാണ് ഡീസൽ വണ്ടികളുടെ ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നത്. ഈ BS6 നോംസ് ഒക്കെ വന്നു കഴിഞ്ഞ് പൊതുവേ ഡീസൽ വണ്ടി പൊല്യൂഷൻ കൂടുതലാണ് എന്ന് പറഞ്ഞ് അത് എൻകറേജ് ചെയ്യുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഒരു മൈലേജ് കിട്ടുന്ന വാഹനം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം ഞാൻ ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ തന്നെ ശരിക്കും ഒരു ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ അഥവാ ഒരു കാർ ഓടിക്കുന്ന ഒരു ഫീലിങ്ങിനേക്കാളും ഒരു കോമ്പാക്ട് SUV ഒക്കെ ഓടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. നമുക്ക് പൊതുവേ ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളികൾക്ക് എസ്പെഷ്യലി കോമ്പാക്ട് SUVസിനോടൊരു താല്പര്യത്തിൻ്റെ കാര്യവും അത് തന്നെയാണ്. ഒരു ഉയർന്ന പൊസിഷനിലുള്ള ഒരു റൈഡ്, ആ ഒരു റൈഡ് നമുക്ക് ഈ ബലേനോയിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. ന്യൂ ഏജ് ബലേനോ 6 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്നത് നെക്സ ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. പിന്നെ ഉള്ളത് ആർട്ടിക് വൈറ്റ്. ഈ 2 കളേഴ്സും മുമ്പുണ്ടായിരുന്ന കളേഴ്സാണ്. ബാക്കി 4 കളേഴ്സ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഗ്രാൻഡിയർ ഗ്രേ, സ്പ്ലെൻഡിഡ് സിൽവർ, ലക്സ് ബീച്ച്, ഓപ്യുലന്റ് റെഡ്. സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നീ 4 വേരിയൻസിലാണ് ബലേനോ വരുന്നത്. സിഗ്മ ഒഴികെ ബാക്കി 3 വേരിയൻസിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. മാരുതി സുസുക്കിയുടെ പ്രീമിയം വാഹനമായതിനാൽ തന്നെ ഇത് നെക്സ ഷോറൂമിലാണ് അവൈലബിൾ. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 6,49,000 സ്റ്റാർട്ട് ചെയ്ത് 9,71,000 അവസാനിക്കുന്നു. ഇത് കൊച്ചി എക്സ് ഷോറൂം പ്രൈസ് ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറയുക. അതേപോലെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ സെയിൽസിൻ്റെ ആളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് തരുന്നുണ്ട്. പോപ്പുലർ മോട്ടോഴ്സ് കുറ്റൂക്കാരൻ ഗ്രൂപ്പ് പാലാരിവട്ടമാണ് ഈ വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നത്.
അവർക്കും സ്പെഷ്യൽ താങ്ക്സ്. ഹാപ്പി മോട്ടറിങ്.